സന്ദീപ് വാര്യരെ ഏതായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് വളരെ നന്നായി കോൺഗ്രസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ BJP-ക്കാരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്. പോയിട്ട് എന്തായടാ ഇപ്പോൾ അവിടെ വല്ലതും കിട്ടിയോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അലഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? ഞങ്ങളിവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വന്ന ആളായിട്ട് അപ്പോൾ അവിടെ പോയിട്ട് പോലും കിട്ടിയോയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് കോൺഗ്രസ് ചെയ്തത് വളരെ കാര്യമായി പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഈ കോൺഗ്രസ്സിലേക്ക് കിട്ടിയത് തന്നെ കോൺഗ്രസിൻ്റെ ഒരു അസറ്റാണ്. കാരണം പുള്ളിയുടെ വായിലെ നാക്ക് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ നാക്ക് അന്നും ഈ പറഞ്ഞാൽ BJP-യിൽ നിന്നുകൊണ്ട് RSS-നും BJP-ക്കും വേണ്ടി മറ്റുള്ള ആൾക്കാരെ തല്ലിട്ട് വളരെ പയറ്റിത്തെളിഞ്ഞ ഒരു വായിലെ നാക്ക് കൊണ്ടുള്ള ഒരു സംസാരം ഇത് അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിപ്പോൾ കോൺഗ്രസ് മേടിച്ച് ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇതുപോലെ വാക്ക് ബൈറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് സന്ദീപ് വാര്യർ എപ്പോഴും കോൺഗ്രസ്സിന് ഒരു അസറ്റ് തന്നെയാണ്. കാരണം മറ്റുള്ള കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരൊക്കെ മെച്ചം തന്നെ ഇയാൾ. കാരണം ഇയാളെ കൊണ്ട് ഒരുപാട് ഗുണം കിട്ടും. കാരണം പിന്നെ വേറൊരു സന്ദേശമുണ്ട്. അതായത് BJP-യിൽ ഭയങ്കര വർഗീയതയായിരുന്നു. അവിടെ നടക്കുന്നത് ശരിക്കും ദേശസ്നേഹമല്ല, തനി വർഗീയതയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ മാറി എന്ന് പറയുമ്പോൾ ജനം അത് അംഗീകരിക്കും. കാരണം എനിക്ക് സ്ഥാനത്തിന് വേണ്ടിയൊന്നുമല്ല, ഇവിടെ ഭയങ്കര വർഗീയമായ ദേശത്തിന് വിരുദ്ധമായ പ്രവർത്തനം നടന്നപ്പോൾ എനിക്ക് മനസ്സ് മടുത്ത് ഞാൻ അങ്ങോട്ടോ മാറി നിൽക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കോൺഗ്രസ്സിൽ അവസരം കിട്ടിയത്. കോൺഗ്രസ് അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ലല്ലോ. എല്ലാ മതങ്ങളെയും കൈപിടിച്ച് കൈവെണ്ണയിൽ കൂട്ടിച്ചേർത്ത് കൊണ്ടു നടക്കുന്ന പാർട്ടിയാണല്ലോ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അത് എന്തുകൊണ്ടും കോൺഗ്രസ്സിന് മെച്ചം തന്നെയാണ്.